സുഭാഷിതം. വീടിനും സമൂഹത്തിനും എന്നും തെളിച്ചവും ഊർജവും ജീവനും നൽകുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമില്ലാത്ത അവസരങ്ങളിൽ വീട് ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ വാക്കും പ്രവൃത്തികളും അവരുടെ കൗതുകവും വൈകാരികതയും വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിത മലയാളിക്ക് സുപരിചിതമാണ്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. ഈ കവിതയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിവുള്ളതാണ്. മനോഹരമായ മാവിൻ പൂങ്കുല കുട്ടിയുടെ കൗതുകമായി മാറുന്നു. ആ കൗതുകം പൂങ്കുല പൊട്ടിച്ചെടുക്കാൻ അവനെ പ്രേരിപ്പിച്ചു. പൂത്തിരി കത്തിച്ചതുപോലെ ആ പൂങ്കുലയുമായി അവൻ എത്തുന്നത് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ അടുത്താണ്. പൂങ്കുലയിൽ നിന്ന് മാങ്ങയുണ്ടാകേണ്ടതാണെന്ന ലാഭനഷ്ടങ്ങളുടെ ചിന്ത അവനിലില്ല. അവൻ്റെ മാനസിക വ്യാപാരങ്ങളോടും വികാരങ്ങളോടും അതേ തലത്തിൽ പ്രതികരിക്കാൻ പല കാരണങ്ങളാൽ അമ്മയ്ക്കാവുന്നില്ല. അതിൽ നിരാശനാവുന്ന കുട്ടിയുടെ ഭാവചിത്രം പൂങ്കുല നിലത്തെറിയുന്നതിലൂടെ കവി വരച്ചു കാട്ടുന്നുണ്ട്. മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന പ്രഖ്യാപനം ഒരു കുട്ടിയുടെ സാധാരണ പ്രതികരണം മാത്രമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ തൻ്റെ കൗതുകങ്ങളും കുസൃതികളും വൈകാരിക ഭാവങ്ങളും ഉപേക്ഷിച്ച് മാമ്പഴക്കാലത്തിനു മുമ്പേ അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് കുട്ടി വാക്കുകൾക്ക് ദാർശനികത കൈവരുന്നത്. അനുദിന ജീവിതത്തിലെ നിസ്സാര സംഭവങ്ങളിലൂടെ കുട്ടികളിൽ നിന്ന് വിലപ്പെട്ട ചിലതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് എന്ന് കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികൾ കേൾക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും ആണ് എന്ന ചിന്ത മാനവ സമൂഹത്തിന് സമ്മാനിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഏറെ ശ്രദ്ധേയമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം ചോദ്യപേപ്പറിൽ സ്കൂളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കുക എന്ന ചോദ്യത്തിന് അവൻ തയ്യാറാക്കിയ നിയമാവലി മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതുകൂടിയായി. പല നിയമങ്ങൾക്കുമൊപ്പം അവൻ എഴുതി, ജയിക്കുന്നവർ തോൽക്കുന്നവരെ കളിയാക്കരുത്. കളി ഏതുമായിക്കൊള്ളട്ടെ, അത് മറ്റുള്ളവരെ മുറിപ്പെടുത്താനുള്ളതും തരം താഴ്ത്താനുള്ളതും ആവരുത്. എല്ലാവരെയും ചേർത്തു പിടിക്കാൻ കഴിയുന്ന മാനവികതയും വൈകാരിക ഉൾക്കരുത്തും കുട്ടിയുടെ നിയമാവലിയിലുണ്ട്. ഏതാനും വർഷം മുമ്പ് സ്കൂളിൽ ഒരു പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രിയെ ഒരു കൊച്ചുകുട്ടി പേരെടുത്ത് വിളിച്ച് ഒരാവശ്യമുന്നയിച്ചു. എൻ്റെ കൂട്ടുകാരന് വീടില്ല, അവൻ്റെ അച്ഛന് സുഖമില്ല, അവന് വീട് വേണം. മുഖ്യമന്ത്രി മാത്രമല്ല, സമൂഹം ഒന്നാകെ കേട്ട വാക്കുകളായി മാറിയത്. ബാലകൗതുകങ്ങളുടെ ലോകത്ത് അവൻ അവനെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ സുഹൃത്തിനെ പരിഗണിക്കാനും ചേർത്ത് നിർത്താനും ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിൻ്റെ ഔന്നത്യം ആദരിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അറിവും വിവേകവും ഉള്ളവരെന്ന് കരുതുന്ന മുതിർന്ന തലമുറ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജാതിമത ചിന്തകളുടെയും വിവേചനങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അംഗൻവാടികളിലേക്കും KG പ്രീ-KG ക്ലാസ്സുകളിലേക്കും പോവുകയും അവരുടെ നിഷ്കളങ്കതയും സന്തോഷവും വിവേചനങ്ങളില്ലാത്ത സാഹോദര്യവും കളിചിരികളും കണ്ടു പഠിക്കുകയും വേണം. അങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മുടെ അധ്യാപകരും മാതൃകകളുമായി മാറട്ടെ. കുട്ടികൾക്ക് നൽകാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവിടെയാണ് വില്യം വേഴ്സ്വർത്തിന്റെ വിഖ്യാതമായ കവിതാശകലം ശ്രദ്ധേയമാകുന്നത്. ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ. കുഞ്ഞുങ്ങൾക്ക് സന്തോഷകരമായ ഒരു ബാല്യം സമ്മാനമായി നൽകുക എന്നതിനേക്കാൾ വലുതായി ഒന്നും നമുക്ക് നൽകാനില്ല. നല്ല ഓർമ്മകളും സന്തോഷകരമായ അനുഭവങ്ങളും കുഞ്ഞു മനസ്സുകളെ ഏറെ സ്വാധീനിക്കുന്നു. 100 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുവാൻ അവരെ സഹായിക്കുന്ന പച്ചത്തുരുത്തായി ആത്മവിശ്വാസമായി മാറാൻ സന്തോഷകരമായ ഒരു ബാല്യത്തിനാവും. കുട്ടികൾ സമ്പദ് സമൃദ്ധിയിൽ വളർന്നതുകൊണ്ടോ നല്ല വിദ്യാഭ്യാസവും ആഹാരവും ലഭിച്ചതുകൊണ്ടോ മാത്രം ബാല്യം സുന്ദരമായി തീരണമെന്നില്ല. അമിതമായ പഠനഭാരവും പരിധിവിട്ട അച്ചടക്ക ഇടപെടലുകളും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ജീവിതവും പുതിയ തൊഴിൽ സംസ്കാരത്തിൽ മാതാപിതാക്കളുടെ സ്നേഹവും സാമീപ്യവും ലഭിക്കാതെ പോകുന്നതും സുന്ദരമായ ഒരു ബാല്യം പണിയുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പ്രകൃതിയെ അറിയാനും പ്രകൃതിയോടൊത്ത് ജീവിക്കാനും കുഞ്ഞുങ്ങൾക്ക് കഴിയണം. കിളികളുടെ സംഗീതവും ഇളം കാറ്റിൻ്റെ കുളിർമയും പ്രകൃതിയെ ആസ്വദിക്കാനുള്ള കഴിവും ബാല്യത്തെ മനോഹരമാക്കുന്നു. അതിനായി നാം ചെലവഴിക്കുന്ന സമയവും പ്രയത്നങ്ങളും വലിയ മുതൽക്കൂട്ടായി മാറുകയാണ്. കുഞ്ഞുങ്ങളെ പഠിക്കാനും കുഞ്ഞുങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അവർക്ക് സുന്ദരമായ ബാല്യം പണിയുന്ന സമൂഹമാകുവാനും നമുക്കാവട്ടെ. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.